ഒരുപാട് ഏരിയ കമ്മിറ്റി നേതാക്കന്മാരും യുവജന നേതാക്കന്മാരും സ്റ്റേജിലുണ്ട്. അവരുടെ എല്ലാം പേര് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്, നിങ്ങൾ സ്ഥിരം അറിയുന്ന ആളാണ്. അലി സ്വാഗതത്തിൽ പറഞ്ഞത് എന്നെ എനിക്കറിയോ, അല്ലെ സഖാവിനെ എന്നെ അറിയാം, എനിക്ക് സഖാവിനെ അറിയോ എന്നാണ്. എത്ര കാലത്തെ ബന്ധമാണ്. അദ്ദേഹം AYF-ൻ്റെയും അതേമാതിരി CPI-യുടെയും ഒക്കെ നേതാവായിരുന്ന കാലത്ത് DYF-യുടെ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയായി ഞാൻ സഖാവ് ഡേവിസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മണലൂരിൽ ഏതാണ്ട് ഒരു 1.5 മാസം താമസിച്ചിട്ടുള്ള ആളാണ്. എല്ലാ കൊച്ചു കൊച്ചു പരിപാടികളിലും വന്ന് പങ്കെടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നു. അന്ന് പാവർട്ടിയിലൊരു കോഴിക്കട നടത്തുന്നതിൻ്റെ ഇപ്പുറത്താണ് ഞാൻ താമസിച്ചിരുന്നത്. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷമാണ് 2 ദിവസം ഇവിടെ നിന്ന് മാറുന്നത്. രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം വേറൊരു കൊലപാതകം എന്നെ നടത്താതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാൻ അന്ന് പോയത്. പത്രകാലമുള്ള ബന്ധമാണ്. അപ്പം അതുകൊണ്ട് ബന്ധങ്ങളൊന്നും ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല. സച്ചിദാനന്ദ മാഷ് ഒരു കവിതയുണ്ട്, ഒരു ജീവിതത്തിനകത്ത് നാം ജീവിക്കും, ഒരു ജീവിതം വേറെ തോഴി എന്ന്. ഒരു ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒരു ജീവിതത്തിനകത്തും നാം ജീവിക്കും. ഒരു സ്വപ്നം കണ്ട് നാം ഉറങ്ങിടും, അപ്പോഴും ഒരു സ്വപ്നം കാണുകയാവാം. അതും ആ കവിതയിലുള്ള ഭാഗമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കിനകത്ത് നാം ഒന്നും മറന്നു പോകുന്നില്ല. മറക്കാതിരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. മറ്റു മൃഗങ്ങൾക്കൊന്നും അത് ഓർക്കാൻ കഴിയില്ല. ആ മൃഗങ്ങളിൽ ഏറ്റവും വലിയ സമചിത്തതയുള്ളൊരു മൃഗം എന്നുള്ളത് കൊണ്ടാണ് മനുഷ്യൻ ഇതൊക്കെ ഓർക്കാൻ കഴിയുന്നത്. ആ വിശദാംശങ്ങൾക്ക് ഞാൻ കിടക്കുന്നില്ല. സഖാക്കളെ, ഈ മുജീബ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേദനയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പ്രദേശത്ത് മുല്ലശ്ശേരിക്ക് ആദ്യം സംഭവിച്ചൊരു വേദനയാണ്. മുജീബിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ കാലം എന്ന് പറയുന്നത് RSSും നമ്മൾ തമ്മിൽ മുഖാമുഖം നിൽക്കുന്നൊരു കാലമാണ്. ആ മുഖാമുഖം നിൽക്കുന്ന കാലം എന്ന് പറയുന്നത് സതീഷിൻ്റെ കൊലപാതകം, മുജീബിൻ്റെ കൊലപാതകം, അപ്പുറത്ത് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഘടനകൾ, സംഘർഷങ്ങൾ, സംഘർഷഭരിതമായ ദിവസങ്ങൾ, അതെല്ലാം ഒരു കാലത്ത് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് നേരിടേണ്ടി വന്ന പ്രതികൂലമായ പ്രതിസന്ധികളാണ്. ആ പ്രതിസന്ധികളെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞു എന്നതാണ് നമ്മുടെ പ്രത്യേകത. പക്ഷേ അതിനെ അതിജീവിക്കാൻ നാം കൊടുത്ത വില എന്ന് പറയുന്നത് ചെറിയ വിലയല്ല. അതിലൊരു വിലയാണ് സഖാവ് മുജീബിൻ്റെ രക്തസാക്ഷി ദിനം എന്ന് പറയുന്നത്. രക്തസാക്ഷിത്വം എന്ന് പറയുന്നതിന് സാധാരണ ജീവിതത്തിലുള്ള മറ്റ് പ്രക്രിയകളെക്കാളൊക്കെ വലിയ വിലയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു കടപ്പാടും അതേമാതിരി കരാറുമാണ്. പ്രസ്ഥാനത്തിന് നാം ഒരു കരാറും ഉണ്ടാക്കുകയാണ്. ആ കരാർ എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചോര നിങ്ങൾക്ക് തരുന്നു. എൻ്റെ ചോര കൊണ്ടുണ്ടാകുന്ന ഈ മഹാപ്രസ്ഥാനം കാലിടറാതെ തെറ്റ് ചെയ്യാതെ മുന്നോട്ട് പോകണമെന്നാണ്. രക്തസാക്ഷിയാവുക എന്ന് പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് കൂടിയാണ്. പെട്ടെന്ന് സംഭവിക്കുന്നത്. നമ്മൾ വിചാരിച്ചാലൊന്നും ആർക്കും രക്തസാക്ഷിയാവാൻ കഴിയില്ല. രക്തസാക്ഷിയാവുക എന്നത് ധീരന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതുമാണ്. അത് വേറൊരു പ്രത്യേകത. നമുക്കൊന്നും പറ്റില്ല. നമ്മളൊക്കെ ഭീരുക്കളാണ്. പല ഘട്ടത്തിൽ ജീവിതത്തിലെ ഭീരുക്കളാണ്. ഭീരുക്കളായ നമുക്ക് ഒരിക്കലും രക്തസാക്ഷിയാവേണ്ടവരില്ല. പക്ഷേ ധീരന്മാർ എന്നും കൊല ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. അതാണ് രക്തസാക്ഷിത്വത്തിൻ്റെ പ്രത്യേകത. നമുക്കൊരു റോട്ടിലൊരു വടിവാൾ ഇങ്ങനെ ഉരസിയാൽ തന്നെ നമ്മുടെ കരൾ കിടന്ന് പിടയും. നല്ലൊരു ഇടിവാള് നിലത്ത് നമ്മുടെ മുമ്പിൽ കിടന്ന് വെട്ടിയാൽ നമ്മൾ മരിക്കുമോ എന്ന ഭയം വന്ന് നമ്മൾ മേശയുടെ മുകളിൽ കയറി നിൽക്കും. ഏതെങ്കിലും ഒരു ആന ഓടുമോ എന്ന് ഭയന്ന് ആന എത്താത്ത സ്ഥലത്ത് നമ്മൾ കയറി നിൽക്കും. നമ്മൾ ഭീരുക്കളാണ് പല ഘട്ടത്തിൽ. ആ ഭീരുത്വം മക്കളെ ഓർത്താകാം, തൻ്റെ സമ്പത്തിനെ കുറിച്ച് ഓർത്താകാം, തൻ്റെ കാറ് നാളെയാണ് നന്നാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഓർത്താകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സൗഭാഗ്യസിദ്ധി ലഭിക്കുന്നതിന് തടസ്സമാകുമോ തൻ്റെ മരണമെന്നോർത്താകാം. അങ്ങനെ പലതും പ്രതീക്ഷിച്ചും പല പ്രതീക്ഷകളും ഉപയോഗിച്ചും എല്ലാം നാം പലപ്പോഴും ഭീരുക്കളായി മാറും. പക്ഷേ രക്തസാക്ഷിത്വം അങ്ങനെയല്ല. രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത പദവിയിലേക്ക്, രക്തസാക്ഷിത്വത്തിലേക്ക് നടന്നു നീങ്ങുന്നതാണ്. അവരാരും വടിവാളിൻ്റെ മുമ്പിൽ ഓടാറില്ല. അവർ വടിവാള് കാണുമ്പോൾ ഭയന്ന് വിറയ്ക്കാറില്ല. അവരുടെ മൂക്കിൻ്റെ സൈഡിൽ നിന്ന് വിയർത്തൊലിക്കാറില്ല. നമുക്കറിയാം, കണ്ണൂർ കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ളൊരു ജില്ലയാണ് തൃശ്ശൂർ.
സർദാർ മുതൽ ആരംഭിച്ചതാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആരംഭിച്ച് എത്രയാളാണ് KR തോമസ് 980 KR തോമസ് രക്തസാക്ഷിയായി. അങ്ങനെ ഒരു ദശാബ്ദങ്ങളുടെ ഇടയിൽ നമ്മളെ കൈവിട്ട് പോയവർ എത്ര പേരാണ്? മണികണ്ഠനുണ്ട്, അതേമാതിരി തന്നെ നിരവധി ആളുകൾ, മനോജുണ്ട്, മാഹിനുണ്ട്, മുജീബുണ്ട്. അങ്ങനെ എത്ര ആളുകളാണ് ചെറുപ്പക്കാർ, മീശ നരയ്ക്കാത്തവരായ ചെറുപ്പക്കാർ എത്ര പേരാണ് നമ്മുടെ മുമ്പിൽ നിന്ന്, നമ്മുടെ കൺവെട്ടത്ത് നിന്ന്, നമ്മുടെ സമീപത്ത് നിന്ന്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, സമീപത്ത് നിന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയവർ എത്ര പേരാണ്? അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തെ കവർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം നിലനിൽക്കുന്നത് ഇന്ന് പ്രവർത്തിക്കുന്നവരുടെ മിടുക്ക് കൊണ്ട് മാത്രമല്ല, അത് രക്തസാക്ഷിത്വത്തിന്റെ ഊറ്റം കൊണ്ടുകൂടിയാണ്. വെടികൾ, ഇടികൾ, അടികളൊക്കെ മേലു വന്ന് കൊള്ളിലും പൊടി തുടച്ച് ചിരിച്ചിരിച്ച് മാറ് കാട്ടിപ്പോകുന്നു. കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യമാണ് ഞാൻ പറഞ്ഞത്. വെടികൾ, ഇടികൾ, ഈ ചെറിയ കാര്യങ്ങളൊന്നല്ല. വെടികൾ, ഇടികൾ, അടികളൊക്കെ മേലു വന്ന് കൊള്ളിലും പൊടി തുടച്ച് ചിരിച്ചിരിച്ച് മാറ് കാട്ടിപ്പോകുന്നു. കമ്മ്യൂണിസ്റ്റുകാർ പോരാടിയത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ആ ലക്ഷ്യം എന്താ? ഇന്നും നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. മാനവ വിമോചനമാണ്. മാനവൻ എന്ന് പറയുന്നത് മുല്ലശ്ശേരിയിലെ മാനവനാണ്. ആ മുല്ലശ്ശേരിയിലെ മാനവനും പെടുമെന്നുള്ള ഉറപ്പാണ്. അതോ വെങ്കിടങ്ങിലെ മാനവനാണ്, അവരും പെടും. മണലൂർ ഏരിയയിലെ മാനവനാണ്. മാനവ വിമോചനം എന്ന് പറഞ്ഞാൽ എല്ലാ ചൂഷണങ്ങളിൽ നിന്നൊരു മനുഷ്യനെ വിമോചിപ്പിക്കുക എന്നാണ്. എല്ലാതരം കെട്ടുപാടുകളിൽ നിന്നും മനുഷ്യനെ മാറ്റിയെടുക്കുക എന്നതാണ്. എല്ലാ പാവപ്പെട്ടവനും, പാർശ്വവൽക്കരിക്കപ്പെട്ടവനും, വഴിയടക്കപ്പെട്ടവനും, പിണ്ടം വയ്ക്കപ്പെട്ടവനും, അതേമാതിരി എല്ലാ വിഹ്വലതകൾക്കും വിശപ്പിനും വിധേയമാകുന്നവനെയും രക്ഷിക്കുക എന്നതാണ്. അതിൻ്റെ പേരാണ് മാനവ വിമോചനം. അതിനെയാണ് മാനവികത എന്ന് പറയുന്നത്. ആ മാനവികതയുടെ കൊടിയടയാളത്തെ വിശ്വമാനവികതയുടെ കൊടിയടയാളമാക്കിയവൻ്റെ പേരാ കമ്മ്യൂണിസം. അതാണ് നമ്മൾ വെനിസ്വേലയിലെ മഡുറോനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ മഡുറോ എവിടെയാണെന്ന് ആർക്കറിയാം? മഡുറോനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ മഡുറോനെ കയ്യിൽ വിലങ്ങ് വെച്ച്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കയ്യിൽ വിലങ്ങ് വെച്ച് അമേരിക്കൻ സാമ്രാജ്യത്വം കൊണ്ടുപോയി, അമേരിക്കയിലെ കോടതിയിൽ കൊണ്ടുപോയി, അമേരിക്കയിലെ ന്യായാധിപന്റെ മുമ്പിൽ വെച്ച് ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ കരള് പിടയുന്നത് കൊണ്ടാണ്. അത് വിശ്വവിമോചനത്തിന്റെ കൊടി നമ്മുടെ കയ്യിലുണ്ടായാൽ അതൊക്കെ ഉണ്ടാകും. അല്ല, നമുക്ക് എന്താ കാര്യം? മഡുറോ ആവണമെങ്കിൽ മഡുറോ പോകട്ടെ, നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാൽ മതി എന്ന് ചിന്തിക്കുന്നതിൻ്റെ പേരാ വലതുപക്ഷ രാഷ്ട്രീയം. ഇതാണ് വലതുപക്ഷം എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ പ്രത്യേകതയും അതാണ്, വലതുപക്ഷത്തിന്റെ പ്രത്യേകതയും അതാണ്. അപ്പൊ നമ്മൾ ഓരോ ലോകത്തുള്ള ഓരോ സംഭവവികാസങ്ങളെ സംബന്ധിച്ച് ആലോചിക്കും. നമ്മൾ മുജീബിനെ നമ്മൾ കൊടുക്കുന്നത്, പ്രിയപ്പെട്ടവരെ, മണലൂരിലുള്ള മുജീബ് നൽകിയത് എന്താണ്? മണലൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആശയവും ധീരതയുമാണ് നൽകിയത്. നമ്മൾ മുജീബിനെ ആലോചിക്കുന്നത് അങ്ങനെയല്ലേ? എന്താണ് നിങ്ങൾ നൽകിയത്? ആശയവും ധീരതയുമാണ്. ആ ധീരത എന്താണ്? മരണത്തെ പുല്ലാക്കി അതിൻ്റെ മാറിൽ ചവിട്ടി നടക്കാനുള്ള ചങ്കൂറ്റം. മരണത്തെ പുല്ലാക്കുക, അതിൻ്റെ പുല്ലാക്കിയാൽ മാത്രം ഒരു അപകരമോ, അതിൻ്റെ മാറിൽ കയറി ചവിട്ടുക. ചവിട്ടിയിട്ടോ മാറി നിൽക്കടാ. ഈ പ്രസ്ഥാനത്തിനെ തകർക്കുന്നവരോട്, പ്രതിസന്ധി സൃഷ്ടിക്കുന്നവരോട്, തടസ്സം നിൽക്കുന്നവരോട് നീ മാറി നിൽക്കണം. നീ മാറി നിന്നില്ലെങ്കിൽ നിന്നെയും ഞങ്ങൾ ചവിട്ടി മുന്നേറും. മരണമേ, ഒരു നിമിഷമെങ്കിലും മാറി നിൽക്ക്. എനിക്ക് എൻ്റെ കുടികൾ കിട്ടിത്തീരുന്ന നിമിഷം വരെയെങ്കിലും മാറി നിൽക്ക്. മരണമേ, ഈ മാമല നാട്ടിലെ ചുവപ്പുണ്ടാകുന്നവരെ നീ മാറി നിൽക്ക്. നീ മാറാൻ തയ്യാറാവാതെ എന്നെ ചുഴന്നെടുക്കാൻ പരിശ്രമിച്ചാൽ നിന്റെ മാറി ചവിട്ടിയും ഞാൻ മുന്നേറും. അതിൻ്റെ പേരാണ് ലോകത്തുള്ള എല്ലാ രക്തസാക്ഷിത്വവും. അതിൽ ചെഗുവരയുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, ഹൊണേക്കറുണ്ട്, യേശുക്രിസ്തുവുണ്ട്, സ്നാപക യോഹന്നാനുണ്ട്, ഭഗവത് സിംഗ് ഉണ്ട്, രാജഗുരുവുണ്ട്, സുഖദേവ് ഉണ്ട്, മംഗൾ പാണ്ഡെയുണ്ട്, ലാലാ ലജപത് റായി ഉണ്ട്. ലോകത്തുള്ള നിരവധി ആളുകൾ. ഇതല്ലേ ചെഗുവര പറഞ്ഞത്? നിങ്ങൾ ഇങ്ങനെ നിന്ന് വെടിവെച്ചാൽ എന്നെ കൊള്ളില്ല എന്നല്ലേ പട്ടാളക്കാരോട് പറഞ്ഞത്? ചെഗുവരെ ഇടിച്ച് പതുവമാക്കി, തോക്കിൻ്റെ ഭാഗത്തേക്ക് അടിച്ച് ഷോൾഡറെല്ലാം മുടിഞ്ഞ് ഒരു കസേരയിൽ കെട്ടിയിട്ട് അദ്ദേഹത്തെ വെടിവെക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അമേരിക്കയുടെ കേണലിന്റെ കൈ ഇങ്ങനെ വിറക്കുകയാണ്. ചെഗുവര പറഞ്ഞു, നിങ്ങളിങ്ങനെ കൈ വിറച്ചാൽ എന്നെ കൊല്ലാൻ പറ്റില്ല.
കുറച്ചും കൂടി ഇങ്ങോട്ട് നീങ്ങി നിൽക്കും, കുറച്ചും കൂടി നീങ്ങി അടുത്തേക്ക് വരും. അത് കൊല ചെയ്യപ്പെടുന്നവനോട് കൊലയ്ക്ക് വിധേയമാകുന്നവൻ പറയാം. എന്നിട്ട് നിങ്ങൾ വല്ലോണം പിറക്കുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റേ കൈ ഒന്ന് താങ്ങായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ മേലുകൊള്ളിലെ ചുമരമ്മ കൊണ്ട് നിങ്ങൾക്ക് അടുത്ത തോക്കെടുക്കേണ്ടി വരും. അങ്ങനെ തോക്കെടുക്കേണ്ടി വരുന്നിട്ട് അയാൾ കൈമ വെച്ചിട്ടാണ് കണ്ണടച്ചിട്ടാണ് വെടിപ്പിക്കുന്നത്. ഒരു വാഴ വീഴുന്ന പോലെ ചെഗുവര ചിരിച്ചുകൊണ്ട് മരിച്ചു വീഴുന്നത്. ഈ രക്തസാക്ഷിത്വത്തിന്റെ പ്രത്യേകതയാണ്, അതിന് ഭീരുത്വമില്ല. ഇതാണ് സദാം ഹുസൈനെ തൂക്കിലേറ്റാൻ പോകുമ്പോൾ സദാം ഹുസൈനോട് വഹാബി കോടതി, വഹാബികളുടെ ഷിയ കോടതി ഇങ്ങനെ കുറ്റപത്രങ്ങൾ ഇങ്ങനെ വായിക്കും. നിങ്ങൾ അധോലോകമായി നടന്നു, ഷിയകളെ കൊന്നു, നിങ്ങൾ വലിയ വലിയ ആയുധങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വച്ചു, നിങ്ങൾ അതേമാതിരി തന്നെ നിരവധി ക്രൂരകൃത്യങ്ങൾ ചെയ്തു, അതിനാൽ അതെല്ലാം സമ്മതിക്കുന്നുണ്ടോ എന്ന് സദാം ഹുസൈനോട് ചോദിക്കും. സദാം ഹുസൈൻ പറയും, നീ ആരടാ ഇത് എന്നോട് ചോദിക്കാൻ? എൻ്റെ നാട് ബഗ്ദാദിന്റെ നാട്, ഡൂൾ മുസൽമാന്റെ നാട്, ലോകപ്രശസ്തമായ നബിയുടെ എളാപ്പാട നാട്. നീ ആരാ എന്നോട് ചോദിക്കാൻ? നീ തൂക്കിലേറ്റെന്ന് പറയുമ്പോൾ ഞാൻ ഭയന്നോടുമെന്നാണോ നീ ധരിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്, രക്തസാക്ഷിത്വത്തിന്റെ ധീരത എന്ന് പറയുന്നത്. ചെഗുവരയെ അങ്ങനെ കൊന്നതിന് ശേഷം പ്രിയപ്പെട്ടവരെ, ആ ഡോക്ടർക്ക് പിന്നീട് വലിയ രോഗം വരുന്നുണ്ട്. അല്ല, മറ്റേ ഇയാൾക്ക് കേണൽക്ക്, അയാളുടെ കണ്ണിലെല്ലാം ഈ മാലക്കണ്ണ് വരികയും അതേമാതിരി കണ്ണ് കാണാതെ പ്രയാസം വരികയും ചെയ്തൊരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അന്ന് ഏറ്റവും നല്ല തിമര ശസ്ത്രക്രിയ ചെയ്യുന്നൊരു നാട് ക്യൂബയാണ്. അത് ഇന്നും അങ്ങനെയാണ്, ഇന്നലെയും അങ്ങനെയാണ്. അവിടെയാണ് അയാൾ ശസ്ത്രക്രിയക്ക് പോകുന്നത്. ശസ്ത്രക്രിയ ചെയ്ത ഡോക്ടർമാർ ശസ്ത്രക്രിയ കഴിഞ്ഞ് കണ്ണെല്ലാം മൂടിക്കെട്ടിയിട്ട് 20 ദിവസം കഴിഞ്ഞ് തുറക്കുന്ന സമയത്ത് ചെഗുവരയുടെ പടം ഇയാളുടെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കും. കണ്ണെല്ലാം തുറന്നിങ്ങനെ നോക്കുമ്പോൾ ചെഗുവരയുടെ പടം കാണുമ്പോൾ ഇയാളുടെ കണ്ണിൽ നിന്ന് മിന്നലാട്ടമെല്ലാം ഉണ്ടാകുന്ന കണ്ണുനീർത്തുള്ളികൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ ഡോക്ടർമാർ പറയും, ഞങ്ങളുടെ കൺകണ്ട ദൈവമാണ് ഈ പടം. അപ്പോൾ ഇയാൾ പറയും, ഞാനാണ് ആ മഹാനെ കൊന്നത്. ഈ രക്തസാക്ഷിത്വത്തിന്റെ വലുപ്പം വിശദീകരിച്ചാൽ അങ്ങനെയാണ്. അത് ഏത് രക്തസാക്ഷിത്വം, അത് ചരിത്ര രക്തസാക്ഷ്യമായാലും അതേമാതിരി തന്നെ പഴയ കാല രക്തസാക്ഷിത്വമായാലും വേണ്ട. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് എന്തിനാണ്? മഹാത്മാഗാന്ധി എന്ത് കുറ്റമാണ് ചെയ്തത്? ഏത് ശാഖ തടഞ്ഞതിനാണ് RSS? മുജീബ് റഹ്മാൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ടാണെന്ന് പറയാം. ഈ മഹാത്മാഗാന്ധി കമ്മ്യൂണിസ്റ്റ് ആണോ? മഹാത്മാഗാന്ധി എന്ത് കാര്യത്തിനാ കൊന്നത്? മഹാത്മാഗാന്ധി ജീവിതത്തിൽ ഉടനീളം വിളിച്ച വാക്ക് റാം, ഹേ റാം. എന്തിനാ കൊന്നത്? എന്താ കുറ്റം? ഹിന്ദുക്കൾക്കെതിരായിരുന്നു മഹാത്മാഗാന്ധി. ശശികല ടീച്ചറെ പോലെ നടന്ന് പ്രസംഗിക്കാൻ പോയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഹിന്ദു വിരുദ്ധനാണോ? ഹിന്ദു ധർമ്മത്തിനെതിരാണോ? പിന്നെ എന്തിനാ കൊന്നത്? RSS ആണല്ലോ. കൊന്നത് വേറൊന്നിനുമല്ല, ഇന്ത്യ വിഭജനകാലത്ത് ബിർള മന്ദിരത്തിലേക്ക് സർദാർ വല്ലഭായ് പട്ടേലിനെ വിളിച്ച് അടുത്തിരുത്തിക്കൊണ്ട് മഹാത്മാഗാന്ധി ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? അല്ല, ഇവിടെ കുഴപ്പമൊന്നുമില്ല മഹാത്മാജി, അങ്ങ് കേൾക്കുന്നത് എക്സാഗ്രേറ്റ് ചെയ്ത വാർത്തകളാണ്. എക്സാഗ്രേഷൻ എന്ന് പറഞ്ഞാൽ അതിശോക്തിപരമായ വാർത്തകളാണ്. അപ്പോൾ മഹാത്മജി ചോദിക്കും, എൻ്റെ കൺമുമ്പിൽ ഒരു മുസ്ലിം ബാലികയെ ബലാത്കാരം ചെയ്ത് ഞാൻ കണ്ടവനാണ്. അത് അതിശോക്തിപരമാണെന്ന് പറയാനാണോ പട്ടേൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെയാണോ നാട് ഭരിക്കാൻ നോക്കുന്നത്? ഇസ്ലാമിനെ പൂർണ്ണമായി കൊല്ലാൻ ഒരു ആഭ്യന്തര വകുപ്പ് നിന്ന് കൊടുക്കുന്നതാണോ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട പട്ടേൽ, ഞാൻ നിങ്ങളെൻ്റെ ശിഷ്യനാണെന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, മുസൽമാൻ ഓടിപ്പോകുമ്പോൾ അവൻ്റെ പിന്നാലെ നിന്ന് കൊല്ലരുത്. അവൻ പാകിസ്ഥാനിലേക്ക് ഓടിപ്പോകുമ്പോൾ അവൻ്റെ ബാങ്ക് ബാലൻസ് എടുക്കാൻ അവൻ അനുവദിക്കും. അവൻ്റെ ഭൂമി വിറ്റുപോകാൻ അവൻ അനുവദിക്കും. അവൻ്റെ ട്രക്കറിൽ കയറാൻ ബാപ്പയും ഉമ്മയും മക്കളും കയറുമ്പോൾ അവൻ്റെ എളാപ്പയെ കയറാൻ അനുവദിക്കും. അവരെ ബന്ധുമിത്രാദികളെ കയറാൻ അനുവദിക്കും. പോകാൻ പറ്റാത്തവരെ, പെണ്ണുങ്ങളെയും ആണുങ്ങളെയും കൊല്ലുന്ന പണി നിർത്ത്. അത് സർദാർ വല്ലഭായ് പട്ടേൽ വഴി ഗുരുജി ഗോൾവാക്കറുടെ ചെവിയിലെത്തിയതിൻ്റെ പിന്നാലെയല്ലേ മരണം? ഇതല്ലേ സർദാർ വല്ലഭായ് പട്ടേലിനോട് RSS ഇത്ര സ്നേഹം? എന്താ നിങ്ങളുടെ സ്നേഹത്തിൽ? അദ്ദേഹവും കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ?
എന്താ നിങ്ങൾക്ക് സർദാറിനോട് ഇത്ര സ്നേഹം? പ്രിയപ്പെട്ടവരെ, അവിടെ നിന്നല്ലേ തീരുമാനിക്കുന്നത്. ഇയാൾ ഹിന്ദുവല്ല, ഇയാൾ മുസൽമാന്റെ ആളാണ്, ചാരനാണ്. അങ്ങനെയല്ലേ മഹാത്മാഗാന്ധിയെ 42 ജനുവരി മാസം 30 മഹാത്മാഗാന്ധി ഒറ്റ ദിവസം കൊല്ലാൻ തീരുമാനിച്ചതല്ലല്ലോ. 3 പ്രാവശ്യം മഹാത്മാഗാന്ധി കൊല്ലാൻ തീരുമാനിച്ചു. ആദ്യത്തെ പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ അംഗരക്ഷകൻ മരിച്ചു. 2ാമത്തെ പ്രാവശ്യം മഹാത്മാഗാന്ധിയുടെ അന്തേവാസി മരിച്ചു. 3ാമത്തെ പ്രാവശ്യം മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ ആദ്യത്തെ 2 വെടിയുണ്ട മഹാത്മാഗാന്ധിയുടെ മേലല്ലല്ലോ കൊള്ളുന്നത്, ചുമരുമല്ലേ. വേണമെങ്കിൽ പോലീസിന് പിടിക്കാമായിരുന്നില്ലേ? ഇതാ പിടിക്കാഞ്ഞത്. ബിർളാ മന്ദിരം എന്ന് പറഞ്ഞാൽ ചുറ്റും അതിലുള്ളൊരു പ്രദേശത്ത് ഒറ്റ വാതില് മാത്രമുള്ളിടത്ത് തനിക്ക് ഞങ്ങൾക്ക് പരിചയമില്ലാത്ത നാഥുറാം, ഗോപാൽ തുടങ്ങിയ ആളുകൾ വന്നു ചേരുമ്പോ എന്താ പോലീസിന് സംശയം തോന്നാൻ തരുന്നത്? അതെല്ലാം ഞാൻ ചരിത്രത്തിന് വിടുകയാണ്. ചരിത്രമേ, നീ ഇത് നന്നായി എഴുതണം, പഠിക്കണം. മഹാത്മാഗാന്ധിയുടെ കൊലപാതകം നടക്കുന്നതിനേക്കാൾ മുമ്പ് നാഥുറാം വിനായക് ഗോഡ്സെ അദ്ദേഹത്തിന്റെ വെപ്പാട്ടിയോട് സംസാരിക്കുന്നില്ലേ കൊല്ലുന്ന ദിവസം? അറിയില്ലേ ലോകത്തിന്? ഇന്ത്യക്ക് അറിയാമായിരുന്നില്ലേ എങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ കൊലപാതകത്തിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത് എന്ന്? പ്രിയപ്പെട്ടവരെ, അന്നത്തെ അറിയാമായിരുന്നില്ലേ? നെഹ്റുവിന് അറിയില്ലായിരുന്നു, പലവർക്കും അറിയാമായിരുന്നു. മുജീബിനെ കൊല്ലാനൊക്കെ എളുപ്പമാണ്. അദ്ദേഹം മഹാത്മാഗാന്ധിയെ പോലെ വലിപ്പമുള്ള ആളല്ല. അദ്ദേഹത്തിന് പ്രത്യേക സെക്യൂരിറ്റി ഇല്ല. അദ്ദേഹത്തിന്റെ ബൈക്ക് മാത്രമാണ് ആകെ ഓടിക്കാൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുജീബ് വരുന്ന വഴി കാത്തു നിന്ന് കൊല്ലാൻ എളുപ്പമാണ്. പക്ഷെ മഹാത്മാഗാന്ധിയെ കൊല്ലാനുള്ള പ്രയാസപ്പെട്ടിട്ടും കൊന്നില്ലേ? എത്രയോ ആളുകളെയാണ് RSS സംഘപരിവാർ ഇന്ത്യ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കിയത്. ആ തുടച്ചു നീക്കിയതിലെല്ലാം ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ചെഗുവരയുടെ കഥ പറഞ്ഞു, മംഗൾ പാണ്ഡെയുടെ കഥ പറഞ്ഞു, ക്രിസ്ത്യാനിയുടെ കഥ പറഞ്ഞു, ഭഗവത് സിംഗ്, രാജഗുരു, സുഖദേവ് അടങ്ങുന്ന രക്തസാക്ഷിത്വത്തിന്റെ മുഴുവൻ, അപ്പു ചിരികണ്ഠൻ, കുഞ്ഞമ്പു നായർ, അബൂബക്കർ, ചാത്തുട്ടിയും അടങ്ങുന്ന ഈ കേരളത്തിലെ രക്തസാക്ഷിത്വം. ഈ സർദാറിനെ ആദ്യത്തെ റിപ്പബ്ലിക്കിന്റെ നെല്ല് അറസ്റ്റ് ചെയ്തുകൊണ്ട് വാടാനപ്പള്ളി സ്റ്റേഷൻ കൊണ്ടിരുന്നു. വാടാനപ്പള്ളി മലപ്പാട് കൊണ്ടുവന്ന് വാടാനപ്പള്ളി. KK വേലായുധനുമുണ്ട്. അന്ന് അന്തിക്കാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന KK വേല, പുഷ്പേച്ചിയുടെ അച്ഛൻ വേലായുധേട്ടനും ഒരുമിച്ച്. അന്ന് ഭീകരമായ മർദ്ദനത്തിൽ വേലായുധേട്ടൻ മരിച്ചു എന്നാണ് ആദ്യം പുറത്തു വരുന്ന വാർത്ത. സർദാറിനെയാണ് കൊല്ലുന്നത്, സർദാറാണ് മരിക്കുന്നത്. എത്രയാണ്? 48 ഏപ്രിൽ 30. ഏത്? മണ്ടോടിക്കണ്ണന്റെ മരണം കോഴിക്കോട്. എത്രയോ സ്ഥലങ്ങളിൽ മനുഷ്യനു വേണ്ടി നടത്തിയ പ്രവർത്തനത്തിൽ മൃതപ്രായമായും മരിച്ചും വീണ എത്ര പേർ. വെടികൊണ്ട് 1000 അലറി മരിച്ചു. ചുടു ചോരയ്ക്കെന്തൊരു ചങ്കൂറ്റം എന്ന കവി പാടിയത്. മനുഷ്യന്റെ ചങ്കൂറ്റത്തെ കുറിച്ച് വയലാർ പറഞ്ഞില്ല, പകരം ചോരയുടെ ചങ്കൂറ്റം. ഒരു പുഴ പോലെ ഇങ്ങനെ ഒഴുകുന്ന ചോര കണ്ട് വയലാർ എഴുതി. തന്റെ കൺമുമ്പിൽ, വീടിന്റെ മുമ്പിൽ വയലാർ കുഞ്ഞു കൊച്ചായിരിക്കുമ്പോൾ അമ്മയുടെ തോളത്തൊന്ന് ഇറങ്ങി നടക്കുന്ന ഒരു സമയത്ത് പുന്നപ്ര വയലാറിലെ വെടിവെപ്പിനിൽ വെടിയേറ്റു വരുന്ന ഒരു പാവം ഈ വയലാറിന്റെ വീടിന്റെ പടിക്കൽ വന്ന് വീഴും. വെള്ളം വെള്ളം എന്നൊരു അലർച്ചയുണ്ടാവും. അടാ, കമ്മ്യൂണിസ്റ്റുകാരെ വെടിവെച്ച് കൊല്ലുന്നു എന്ന് അമ്മ പറയും. വെള്ളം എടുക്കടാ എന്ന് പറയും. വെള്ളമെടുക്കാൻ വേണ്ടി വയലാറ് വെള്ളമെടുത്ത് ഓടി വരും. ഓടി വരുമ്പോൾ ഇയാളിങ്ങനെ നോക്കി വെള്ളം കൊടുക്കാൻ അയാളുടെ വായ കാണാനില്ല. വായ എവിടെയാണ്, കണ്ണ് എവിടെയാണെന്ന് അറിയാത്ത തരത്തിൽ തെറിച്ചു പോയിരിക്കുന്നു വെടിയുണ്ട കൊണ്ട്. പ്രിയപ്പെട്ടവരുടെ വായിലേക്ക് വെള്ളം ഒഴിക്കുന്ന വയലാറ് തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവുന്നത് എങ്ങനെയാണ്, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭാവം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അയാളുടെ ചോര എൻ്റെ വായിലേക്ക് തെറിച്ചു വീണന്ന് മുതലാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ രക്തസാക്ഷിത്വത്തിന്റെ കഥ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്താ രക്തസാക്ഷികൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്? അവിടേക്ക് 2ാം ഭാഗം. ഇതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്: ധാർമ്മികനായി ജീവിക്കുക എന്നതാണ്. ധാർമ്മികൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിയപ്പെട്ടവരെ, സത്യസന്ധമായി നമ്മുടെ ഈ വർഗ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുക. എന്താണ് നമ്മുടെ വർഗം? ഏതാണ്? അധ്വാനിക്കുന്നവനും ഭാരം വലിക്കുന്നവനും വിശക്കുന്നവനും വേദനിക്കുന്നവനും ഖിന്നനായവനും വിശപ്പുള്ളവനും
പാർശ്വവൽക്കരിക്കപ്പെട്ടവനും പ്രയാസങ്ങളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാതെ പോകുന്നവനും ഓടിയാൽ എത്താത്തവനും നാനാതരം പ്രയാസങ്ങളാൽ മുന്നോട്ട് പോകാൻ കഴിയാത്തവന്റെയും വർഗമാണ് നമ്മുടെ വർഗം. ആ വർഗത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ പോരാട്ടം. ആ വർഗം ഇന്നും ലോകത്ത് പ്രിയപ്പെട്ടവരെ ഒരു വലിയ വർഗമായി വലിയ മുന്നേറ്റമായി വന്നൊരു കാലമുണ്ട്. 917 മുതൽ സോവിയറ്റ് യൂണിയനിൽ വന്നു, 49 ചൈനയിൽ വന്നു, 59 ക്യൂബയിൽ വന്നു, വിയറ്റ്നാമിൽ വന്നു, വടക്കൻ കൊറിയയിൽ വന്നു, ലാവോസിൽ വന്നു, പലയിടങ്ങളിലും വന്നു. പലയിടങ്ങളിലും വരുമ്പോഴും ലെനിൻ ഒരു കാര്യം പറഞ്ഞു. എന്താ ലെനിൻ ലോകത്തോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസംഗത്തിലും പറഞ്ഞു? എന്താണ്? സാമ്രാജ്യത്വമാകുന്ന ഈ സമുദ്രത്തിലെ വെറും തുരുത്ത് മാത്രമാണ് സോവിയറ്റ് യൂണിയൻ. സാമ്രാജ്യത്വമാകുന്ന ഈ വലിയ മഹാശയത്തിൽ അല്ലെങ്കിൽ വലിയ സമുദ്രത്തിലെ ഒരു തുരുത്ത് മാത്രമാണ് സോവിയറ്റ് യൂണിയൻ. ഈ തുരുത്തിന് നിലനിൽക്കണമെങ്കിൽ ഇതുപോലുള്ള നിരവധി തുരുത്തുകൾ ഈ സമുദ്രത്തിൽ വേറെ ഉണ്ടാവണം. അല്ലെങ്കിൽ എന്തുണ്ടാകും? സമുദ്രത്തിന്റെ കാറ്റും ഉപ്പും ഏറ്റി തുരുത്ത് തകരാൻ തുടങ്ങും. അല്ലെങ്കിൽ ലോകം മുഴുവൻ പ്രിയപ്പെട്ടവരെ ഈ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക് സ്വാധീനം ഉണ്ടാകണം. ലോകത്ത് പലയിടത്തും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരണം. ആ തുരുത്തിനെ തുരുത്തുകളായി ശക്തിപ്പെടുത്തണം. അല്ല എങ്കിൽ ഈ തുരുത്തിന് അധികകാലം തുടരാൻ കഴിയില്ല എന്ന് ലെനിൻ അന്ന് പറഞ്ഞു. ലെനിൻ കുറച്ച് അകലെയായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമായോ എന്നറിയില്ല. ഞാൻ EMSന്റെ കാര്യം പറയാം. EMS അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു എന്ന് ഈ കേരളവർമ്മ കോളേജിലെ അദ്ദേഹത്തിന്റെ സെമിനാറിൽ അദ്ദേഹം പറഞ്ഞു. ബംഗാൾ, കേരളം, ത്രിപുര ഇങ്ങനെ തുടങ്ങിയത്. ബംഗാൾ, കേരളം, ത്രിപുര എന്ന് പറയുന്നത് ഇന്ത്യ മുതലാളിത്തത്തിനകത്തുള്ള 3 തുരുത്തുകൾ മാത്രമാണ്. ഈ തുരുത്തുകൾ ഈ 3 തുടരാൻ തുടങ്ങിയാൽ ഈ തുരുത്തുകൾക്ക് അധികകാലം തുടരാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? ബംഗാളിനെ പോലെയോ അത്രയല്ലെങ്കിലോ, കേരളത്തെ പോലെയോ അത്രയല്ലെങ്കിലോ, ത്രിപുരയെ പോലെയോ അത്രയല്ലെങ്കിലോ ഇന്ത്യൻ സംസ്ഥാനത്തിലേക്ക് ഈ വർഗ താല്പര്യങ്ങളുടെ ആശയങ്ങൾക്ക് മേധാവിത്വം കിട്ടണം. മുതലാളിത്തത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കൊടുങ്കാറ്റല്ലെങ്കിൽ ഈ ഗവൺമെന്റുകളെ ബാധിക്കും. ഈ ഗവൺമെന്റുകൾക്ക് നിൽക്കാൻ കഴിയാതെ വരും. സാമ്രാജ്യത്വം നിർത്താതെ വരും. സാമ്രാജ്യത്വവും മുതലാളിത്തവും തിന്നു തീർക്കാൻ വരും. എത്ര ശരിയായ വാക്കുകളാണ് ബംഗാളിലെയും ത്രിപുരയിലെയും പഴയ പരിശോധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് EMSന്റെ വാക്ക് നമുക്ക് ഗൗരവമായി എടുത്താൽ ഇങ്ങനെയാണ് നമുക്ക് കേരളത്തിന്റെ ഒരു ബദലായി തുടരുക എന്നതാണ് മുജീബ് മുതലുള്ള അതേമാതിരി എല്ലാ രക്തസാക്ഷികളുടെയും ആവശ്യകത. എന്താണ്? മഹത്തായ കേരളത്തിന്റെ മഹത്തായ ഈ ചെമ്പതാക എങ്ങനെ തുടരും? വർത്തമാനകാല രാഷ്ട്രീയം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ എന്ത് സംഭവിച്ചു? ആ സംഭവിക്കുന്നതെന്ന് എന്താണ്? നമ്മൾ ആകെ തകർന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നും തകർന്നിട്ടൊന്നുമില്ല. നമ്മുടെ പലരും പറയുന്നത് ആകെ പോയി സഖാവി എന്നാണ്. അങ്ങനെയൊന്നും പോയിട്ടില്ല. നമ്മുടെ ബേസിനൊന്നും ഒരു മൈനസ് പോലും ഇല്ല. 31% വോട്ട് നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഇതിനർത്ഥം അതിൽ കൂടുതൽ വോട്ടൊന്നും കോൺഗ്രസിനും BJPക്കും ഉണ്ടെന്നാണോ? അല്ലല്ലോ. BJPയുടെ വോട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടിയെന്നാണോ? അല്ല, കുറഞ്ഞു. അയ്യോ, തിരുവനന്തപുരം കോർപ്പറേഷൻ 50 കിട്ടിയല്ലോ. ശരി, സമ്മതിച്ചു. 101 50 കിട്ടി. 50 കിട്ടിയവൻ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കിട്ടിയില്ലല്ലോ. സാധാരണഗതിയിൽ 50 കിട്ടിയവനല്ലേ അവസരവാദപരമായ വോട്ടിംഗ് ഉണ്ടാവുക. 50 കിട്ടിയവന് 51 ഭൂരിപക്ഷം ഉണ്ടാക്കാനല്ലോ വിഴിഞ്ഞം തീരുമാനിച്ചത്. ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന് കോൺഗ്രസിനെ കിട്ടി, അതൊക്കെ ശരി. പക്ഷേ BJP നിനക്കിനി ജീവിതത്തിൽ ഭൂരിപക്ഷമുണ്ടോ അവിടെ? ഞങ്ങൾ തോറ്റത് ഓരോ വോട്ട് മുതൽ 1000 വോട്ട് വരെ തോറ്റത് 17 സ്ഥലത്താ വാർഡിൽ. 17 ഞങ്ങൾ തോറ്റത് പറഞ്ഞാൽ 29, 10, 39, 7, 46 ഞങ്ങൾക്ക് കിട്ടിയാ പിന്നെ നീ എവിടെന്നാ വരിക? 46 ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി പണിയെടുത്തവന്റെ പേരാരാണ്? ശബരിനാഥ് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ്. എന്നിട്ട് BJP നിങ്ങൾക്ക് തിരുവനന്തപുരത്തെ മുനിസിപ്പാലിറ്റിയിൽ എവിടെയെങ്കിലും കയറാൻ പറ്റിയോ? തിരുവനന്തപുരത്തെ ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങളെ കവർ ചെയ്യാൻ പറ്റിയോ?
വേണ്ട, തിരുവനന്തപുരം കഴിഞ്ഞാൽ പന്തളത്ത് നിനക്ക് ജയിക്കാൻ പറ്റുമോ? നിന്റെ മുനിസിപ്പാലിറ്റി അല്ലേ? നിന്റെ മുനിസിപ്പാലിറ്റിയിൽ നിനക്ക് ജയിക്കാൻ പറ്റാൻ എന്താ? ഞങ്ങൾ വരും ചെയ്തോ? ഞങ്ങളല്ലേ ഭരിക്കുന്നു ഇപ്പോൾ. ഓ, അത് അയ്യപ്പൻ താമസിച്ച സ്ഥലമല്ലാതെ അയ്യപ്പന്റെ സ്വന്തം സ്ഥലമല്ലല്ലോ. അതെ, ശബരിമല ഇരിക്കുന്ന പഞ്ചായത്ത് ഭരിക്കുന്ന അരിവാഴ്ചുട്ടിയ നക്ഷത്രമല്ലേ? ശബരിമല ഇരിക്കണ പഞ്ചായത്ത് ഇരിക്കുന്നത് അരിവാഴ്ചുട്ടിയ നക്ഷത്രമാണ്. ഓ, അതൊന്നും സാരമില്ല. ശബരിമല ഇരിക്കുന്ന വാർഡും അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് ജയിച്ചത് എന്ന കാര്യമൊന്നും വല്ലാതെ ഒന്നും മറന്നു പോകരുത്. നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ കപട നാടകമുണ്ടല്ലോ, നിങ്ങൾ തന്നെ കഥ തിരക്കഥ, നിങ്ങൾ തന്നെ, നിങ്ങൾക്ക് അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിക്കുന്നുണ്ട്. RSSന് സഹായം എന്ന് പറയുന്നത് കേരളത്തിലെ ഏഷ്യാനെറ്റ് RSSന്റെ കൂടിയില്ല. RSSന്റെ സ്വന്തം സാധനമല്ലേ ആണല്ലോ. നിങ്ങളുടെ സ്വന്തം മാനിലെ ന്യൂസ് 18 എന്ന് പറഞ്ഞ RSSന്റെ അളിയനല്ലേ, അദാനിയുടെ അല്ലേ? നിങ്ങൾക്ക് കുറച്ച് വാർത്താപത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും നിങ്ങളുടെ യൂട്യൂബ് ചാനലുകളും നിങ്ങളുടെ മുതലാളിമാരും നിങ്ങളുടെ പാദസേവ ചെയ്യുന്നവരും നിങ്ങളുടെ അന്തേവാസികളും നിങ്ങൾ നാളെ വരുമെന്ന് വിചാരിച്ച് കാലുമാറാൻ കാത്തു നിൽക്കുന്നവരും അടങ്ങുന്ന കുറെ ആളുകൾ നിങ്ങളെ ഊതി വീർപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്ര വീർത്തോ നിങ്ങൾ? അത്രയും വീർത്തില്ല. പക്ഷേ ഒരു ചെറിയ അനക്കൊക്കെ ഉണ്ടായി. 40% കുറവ്. ഇവിടെ തന്നെ നമുക്ക് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് സുരേഷ് ഗോപിയുടെ കപ്പാസിറ്റി കൊണ്ടാണ്. അയാൾ 3ന്റെ മോട്ടറും 10ന്റെ തള്ളുവാണ്. മോട്ടർ 3ന്റെ ആണെങ്കിൽ തള്ളെന്ന് പറയുന്നത് 10ന്റെയാണ്. ആ തള്ളിൽ പലരും വീണു. പിന്നെ 2-3 പ്രാവശ്യമൊക്കെ മത്സരിച്ചു. സെലിബ്രിറ്റിയാണ്. മൂപ്പരാണെങ്കിൽ ആ കമ്മീഷണറുടെ കയ്യിൽ നിന്ന് തോക്ക് പോയ കമ്മീഷണറായിട്ട് നടക്കുകയാണ്. ബാക്കിയെല്ലാം അയാളുടെ കയ്യിലാണ്. അയാള് വിൻസെന്റ് ഗോമസിനെ തപ്പി നടക്കാണ്. പക്ഷെ വിൻസെന്റ് ഗോമസ് രാജംബി ദൈവം മരിച്ചിട്ട് 10 കൊല്ലേ. പക്ഷെ അയാളെങ്ങനെ നടക്കുകയാണ്. അപ്പൊ അയാളുടെ കൂടെ കുറെ ആളുകൾ കൂടി. എന്താണ് അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ജാതി വിഭജനം, മതവിഭജനം വഴിയാണ്. ഇതാ ജാതി വിഭജിക്കാന്ന് പറയുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജാതി വിഭജനത്തിന്റെ ഒരു നിഴലാട്ടം കാണാം. ആ നിഴലാട്ടം എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഓരോരുത്തരും പറയാൻ തുടങ്ങി നമ്മുടെ ആളെ ജയിപ്പിക്കും. ആരായി നമ്മുടെ ആള്? പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ ആളെ ജയിപ്പിക്കാൻ പറഞ്ഞാൽ കുര്യാക്കോസിന്റെ അപ്പുറത്ത് നിൽക്കുന്ന അച്യുതൻ നമ്മുടെ ആളല്ലേ? ആണോ? ഒരുമിച്ചല്ലേ അവര് പഠിച്ചത്, ഒരുമിച്ചല്ലേ അവര് പണിക്ക് പോകുന്നത്. കേരളം എന്ന് മുതലാണ് നമ്മുടെ ആളെ ജയിപ്പിക്കാൻ പറയുന്നത്. RSSും പറഞ്ഞു നമ്മുടെ ആള്, മുസ്ലിം തീവ്രവാദം ജമാഅത്തെ ഇസ്ലാമിയും പറയുന്നു നമ്മുടെ ആള്, പ്രിയപ്പെട്ടവരെ ഏത് താഴത്തും മുകളിലുള്ള ചില തിരുമേനിമാരും പറയുന്നു നമ്മുടെ ആള്. നമ്മുടെ ആള് എന്ന് പറയുന്ന കേരളത്തിൽ ആരായിരുന്നു? നമ്മളെല്ലാവരുമായിരുന്നു. പക്ഷെ അത് മതവിഭജനമൊന്നും പൂർണ്ണമായി ഉണ്ടാക്കാൻ കഴിഞ്ഞെന്നല്ല ഞാൻ പറയുന്നത്. ഇത് RSSകാരൻ നല്ലവണ്ണം കഴിഞ്ഞു എന്നതാണ് പ്രത്യേകത. അതിനെന്താ കാരണം? ഒരുപാടുണ്ട്. പൗരത്വ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച് മുസ്ലിമിനെ കീഴ്പ്പെടുത്താൻ പരിശ്രമിച്ച പോലെ ചർച്ച് ബില്ലെന്നൊരു സാധനം തയ്യാറാക്കി വച്ചിരിക്കുകയാണ് ക്രിസ്ത്യാനിയുടെ മേൽ കൊണ്ടുവരാൻ. ചർച്ച് ബില്ല് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബൊക്കെ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാം. എന്താ ചർച്ച് ബില്ലിന്റെ ആമുഖം തുടങ്ങുന്നതെന്ന് അറിയോ? ചർച്ച് ബില്ലിന്റെ ആമുഖം തുടങ്ങുന്നത് ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ഇന്ത്യയെ വഞ്ചിച്ചവരാണെന്ന് തുടങ്ങുക. RSSകാരൻ എഴുതി വെച്ച ഈ ചർച്ച് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കില്ല എന്ന് എന്നെങ്കിലും അവൻ പറയുന്നുണ്ടോ? എപ്പോഴെങ്കിലും അവൻ ഈ ചർച്ച് ബില്ല് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞോ? ചർച്ച് ബില്ല് വരൂടോ. അവന് കേരളത്തിലും കൂടി ഒരു 15 സീറ്റ് BJPക്ക് കിട്ടിയിട്ട് വേണം ആ ബില്ല് അവതരിപ്പിക്കാൻ. എന്താ ചർച്ച ബില്ല് തുടങ്ങുന്നത്? ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തത് കൊണ്ടാണ് ക്രിസ്ത്യൻ മൈനോറിറ്റിയുടെ, പ്രത്യേകിച്ച് റോമൻ കത്തോലിക്കിന്, കേരളത്തിൽ ആ കത്തോലിക്കർക്ക് പട്ടണങ്ങളിൽ പള്ളി പണിയാനുള്ള സൗകര്യം കിട്ടിയത് ഈ പാദസേവ കൊണ്ടാണ് എന്ന് ചർച്ച ബില്ലുണ്ട്. അവിടെ കൊണ്ട് തുടങ്ങുന്നില്ല. യേശുവിനെ തെറി പറയുന്നുണ്ട്, യേശുവിന്റെ ജനനത്തെ തള്ളി പറയുന്നുണ്ട്. അവിടെ നിങ്ങടെ തുടങ്ങിയാൽ മദർ തെരേസ കുറ്റം പറയുന്നുണ്ട്. അവിടെ നിങ്ങടെ തുടങ്ങിയാൽ വാഴ്ത്തപ്പെട്ടവരായ എല്ലാ ആളുകളെയും മന്ത്രവാദികളെന്ന് കളിയാക്കുന്നുണ്ട്. ചർച്ച് ബില്ല് എന്ന് പറയുന്നത് പാർലമെന്റിനേക്കാൾ കൂടുതൽ സ്വത്ത് ക്രിസ്ത്യാനിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അതെല്ലാം പിടിച്ചെടുക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇത് കാണിച്ചിട്ടാണ് ഇവരെ പേടിപ്പിച്ചത്. അല്ലാണ്ട് മാതാവിന്റെ തലയിൽ ഒരു കിരീടം വെച്ചുകൊണ്ട് അറിയാതെ ഓട്ടം അങ്ങോട്ട് പോയതല്ല. ആളുകൾ വിചാരിക്കുന്നത് ആ കിരീടവും ഡ്യൂപ്ലിക്കേറ്റ് കിരീടമായിരുന്നു എന്നുള്ളത് വേറെ പ്രശ്നം. അതുകൊണ്ട് അപ്പൊ സുരേഷ് ഗോപിയുടെ സെലിബ്രിറ്റിയുടെ വരവ്, പിന്നെ അയാൾ എന്തൊക്കെയോ ചെയ്യാൻ പോകുന്നു എന്നുള്ള തോന്നൽ, ഒരു 1.5 കൊല്ലം കൊണ്ട് തന്നെ അത് തീർന്നു കിട്ടി എന്നുള്ളതാണ് പ്രത്യേകത. കരുവന്നൂർ
അവിടെ നിന്നല്ലേ ആരംഭിച്ചത് പ്രകടനം. ഒരു വണ്ടിയുമേ ചാരി നിന്ന് സുരേഷ് ഗോപി പ്രസംഗം ആരംഭിക്കുന്നത് തുടക്കം കരുവന്നൂരിനല്ലേ. ആ കരുവന്നൂര് ആ സഹകരണ ബാങ്ക് ഇരിക്കുന്ന എല്ലാ സീറ്റും CPM ജയിച്ചു, എല്ലാ സീറ്റും. അവിടെ ഒരു സുരേഷ് എന്നുണ്ട്, ഈ ദൃശ്യമാധ്യമങ്ങളിൽ CPM തകർക്കാൻ അവിടുത്തെ ജീവനക്കാരനായിരുന്നു, എന്നെ തകർക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞു വന്ന ഒരാളല്ലേ, അയാൾ 3-ാം സ്ഥാനത്ത് പോയി. ജനങ്ങൾ അയാൾ അംഗീകരിക്കുന്നില്ല. കരുവന്നൂര് ആ ബാങ്ക് ഇരിക്കുന്ന പ്രദേശത്തിലെ ആളുകൾ ഡെപ്പോസിറ്റ്, ആ ബാങ്ക് ഇരിക്കുന്ന പ്രദേശമല്ലേ ആളുകൾ അവിടുത്തെ ഷെയർ ഹോൾഡർമാർ, ആ ബാങ്ക് ഇരിക്കുന്ന പ്രദേശമല്ലേ ആ ബാങ്കിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. എന്താ അവിടെ ആളുകൾ CPM ഇപ്പോൾ വോട്ട് ചെയ്യുന്നത്? ആളുകൾ തെറ്റിദ്ധാരണയാണ്, കണ്ണടച്ചാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ തീർന്നാണ് ഈ സുരേഷ് ഗോപിയുടെ അയാളെ കലിംഗ സമ്പാദനം എല്ലാ സ്ഥലവും തോറ്റി. സുരേഷ് ഗോപി വർത്താനം പറയുന്ന തൃശൂർ ടൗണുകളിൽ എല്ലായിടത്തും നമ്മളില്ലെന്ന് കോൺഗ്രസ് ജയിക്കും. ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന മുദ്രാവാക്യത്തിന്റെ ഗുണം കുറച്ച് കിട്ടിയത് കോൺഗ്രസിന്. ഞങ്ങളാണ് ഈ മതനിരപേക്ഷത പറഞ്ഞത്, പക്ഷേ മറ്റേ വെടിവെച്ചോടത്തല്ല, ഒച്ച കേട്ടതെന്ന് മാത്രം. അതാ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ആളുകൾ എത്ര വേഗമാണ് അയാളെ തിരിച്ചറിഞ്ഞത്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം, ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അമ്പലത്തിലെ കാര്യം ചോദിക്കണം, ഞാൻ പാർലമെന്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാർലമെന്റിലെ കാര്യം ചോദിക്കണം, വേറെ ഒരു കാര്യവും ചോദിക്കാൻ പാടില്ല. ഇത് MA ബേബി പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? ഇത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞാൽ എങ്ങനെയുണ്ടാകും? ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇറങ്ങിയ കാര്യം മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നൊരു പത്രക്കാരനോട് പറഞ്ഞാൽ ഒരാഴ്ച സംവാദം തുടരും. പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ ഏതെങ്കിലും പത്രക്കാരന് വലിയ വിഷമമുണ്ടായോ? ചോദിക്കണ്ടേ, താൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കാനുള്ള ധൈര്യം എന്തുകൊണ്ട് ദൃശ്യമാധ്യമങ്ങൾക്ക് ഉണ്ടായില്ല? എവിടെയാണ് നിങ്ങളുടെ നടു കുനിഞ്ഞു നിന്നത്? നിങ്ങളുടെ നടു കുനിയാൻ കാരണം എന്താണ്? റിപ്പോർട്ടർ ചാനലിനെ ഒറ്റയ്ക്ക് വിളിച്ചു കൊണ്ടുപോയി മുറി പൂട്ടി പച്ചത്തെറി പറഞ്ഞില്ലേ കേരളത്തിൽ? എല്ലാ ചാനലുകളുടെ ഇടയിൽ വന്നിട്ട് റിപ്പോർട്ടർ ചാനൽ ആരാന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കാര്യം പറയാണ്ടെന്ന്. അകത്തേക്ക് കൊണ്ടുപോയി വാതിലടച്ചു.